ഹായ് പ്യാരെ വെച്ചോ നസാറാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് 2 ദിവസം മാത്രമാണുള്ളത്. വളരെ അടിപൊളിയായിട്ട് ഈ അധ്യയന വർഷത്തെ 9ാം ക്ലാസ്സിലെ ഓണപരീക്ഷ നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങൾ മഴ കാരണം അവധിയൊക്കെ ആയിരുന്നു. വേണ്ട വിധത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ എല്ലാ മക്കളും സ്വന്തമായി നിങ്ങളൊന്ന് ചോദിക്കുക. വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഹിന്ദിയിൽ 5 പാഠഭാഗങ്ങളാണ് ഈ വരുന്ന ഓണപരീക്ഷയിൽ പഠിക്കാനുള്ളത്. ജിയേൻ ജീബർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള 1ാമത്തെ യൂണിറ്റിൽ ചട്പട് ഓർ നടുക്കട്, ബഹുത്ത് ദിനോ കെ ബാദ്, ബൂഡി കാക്കി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള 3 പാഠഭാഗങ്ങളാണ്. ഈ 3 പാഠഭാഗത്തിൽ നിന്നും ഏകദേശം 50% കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും ഈ വരുന്ന ഓണപരീക്ഷയിൽ ചോദിക്കും. രണ്ടാമതായിട്ട് 2ാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ ഹരിയാലി കി ചാവുമേം എന്ന് പറയുന്ന പച്ചപ്പിൻ്റെ തണലിൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. ആ യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതായത് ഗർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം, അതേപോലെ ഫൂൽ എന്ന് പറയുന്ന ഒരു കവിതയും. അങ്ങനെ ടോട്ടൽ 5 പാഠഭാഗങ്ങളാണ്. ഗർ എന്ന് പറയുന്ന പാഠഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ മനോഹരമായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള ഒരേ ഒരു കഥാപാത്രം മാത്രമാണ് അതിലുള്ളത്. ബാക്കിയൊന്നും മനുഷ്യ കഥാപാത്രങ്ങളല്ല എന്നുള്ളതാണ് ആ ഒരു കഹാനിയുടെ പ്രത്യേകത. അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു ക്യാരക്ടർ സ്കെച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ ഫൂൽ എന്നുള്ളൊരു കവിതയാണ്, അതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ നിന്നൊരു ടിപ്പണി നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. അതേപോലെ നമുക്ക് പൂവിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള 5 പാഠഭാഗങ്ങളാണ് നമ്മൾ പരീക്ഷയിൽ നമ്മൾ പഠിച്ചിട്ട് പോവേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ മാരത്തോണുകളും ലൈവുകളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഈ വരുന്ന ഓണപരീക്ഷയിൽ നല്ല മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. നിങ്ങൾ ഒരിക്കലും ഒരു ഓണപരീക്ഷയെ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ട് കാണാതിരിക്കരുത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ ലൈവുകളും നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, നല്ല മാർക്ക് നേടുക. അപ്പോൾ നമുക്ക് അതോടൊപ്പം ഏതെല്ലാം ചോദ്യങ്ങളാണ് സാറേ വരിക എന്നുള്ളത് കുറേ മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ഏതെങ്കിലും മക്കൾക്ക് അറിയാത്ത മക്കളുണ്ടെങ്കിൽ ആ ഒരു ലൈവ് നിങ്ങൾ കൃത്യമായിട്ട് കാണണം. അതോടൊപ്പം നമുക്ക് പരീക്ഷയിൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്യും, ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഉദാഹരണമായിട്ട് ചട്പട് ഓർ നടുക്കട് എന്നുള്ള 1ാമത്തെ പാഠഭാഗത്തിൻ്റെ ഒരു പാസേജ് നമുക്ക് തരും. അതിൽ നിന്നായിരിക്കും സബ്ബായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ആ പാസേജ് വായിച്ചിട്ട് ഈ ചോദ്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയണം. ആ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ ആ പാഠഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അറിവ് നമുക്ക് വേണം. അതോടൊപ്പം നമുക്ക് ലെറ്ററൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അതേപോലെ ഒരു പോസ്റ്റർ എന്തായാലും ഈ വരുന്ന ഓണപരീക്ഷയിൽ ഉണ്ടാകും. ഈ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ 40 മാർക്കിനാണ് നമ്മുടെ ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുക. ഈ 40 മാർക്കിൽ തന്നെ നമുക്ക് എന്തുണ്ടാകും, ഓപ്ഷൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഓപ്ഷൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നത് ഏതാണോ അതിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എന്നിട്ട് അതിനാണ് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. മാത്രമല്ല നമ്മുടെ ബാച്ച് അവൈലബിൾ ആണ്. നിഞ്ച ബാച്ച് എന്താണ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ നിഞ്ച ബാച്ചിലേക്കും ജോയിൻ ചെയ്ത് വരാം. ഒരുപാട് മക്കൾ നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇനി വരുന്ന ക്രിസ്മസ് പരീക്ഷയും അതേപോലെ പബ്ലിക് പരീക്ഷയും അതേപോലെ നമ്മുടെ അവസാനം നമ്മുടെ എൻഡ് ഗെയിം ബാച്ചൊക്കെ വരും. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ ആദ്യത്തെ 2 ചാപ്റ്റർ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നിഞ്ച ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മുടെ നിഞ്ച ബാച്ചിലേക്കും കൂടി കടന്നു വരിക. ഈ ഓണപരീക്ഷ നല്ല അടിപൊളിയായിട്ട് എഴുതി വരാനുള്ള പരീക്ഷകളിലൊക്കെ നല്ല മാർക്കും നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ അനസാറുണ്ട്. സോ നമുക്ക് ഇനി വരുന്ന ലൈവുകളിലും അതേപോലെ നമ്മുടെ ബാച്ചുകളിലൊക്കെ വെച്ച് കാണാം. സോ ബൈ.